വിശുദ്ധ യാക്കോബ് ശ്ലീഹ. ഉപായമുള്ളവൻ അഥവാ കുതികാലിൽ പിടിച്ചവൻ എന്നാണ് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം. സെബദി പുത്രനായ യാക്കോബ് ഗലീലയിലെ ബെത്സൈദ സ്വദേശിയും മീൻപിടുത്തക്കാരനുമായിരുന്നു. കർത്താവിന്റെ അമ്മയായ മറിയാമിന്റെ സഹോദരി ശലോമിയായിരുന്നു മാതാവ്. സ്ലീഹന്മാരിൽ യാക്കോബ് എന്ന നാമധേയത്തിൽ 2 പേരുള്ളതിനാൽ ഇദ്ദേഹത്തെ വലിയ യാക്കോബ് എന്നും അറിയപ്പെടുന്നു. യാക്കോബിനെയും സഹോദരനായ യോഹന്നാനെയും ഇടിമക്കൾ എന്ന് പേർ വിളിക്കുന്നു. അനീതിക്കെതിരെ ഇടിമിന്നലിന്റെ സ്വഭാവം കാട്ടുവാൻ പ്രേരണയുണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം അവരെ അങ്ങനെ വിളിച്ചത്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് യേശുവിനെ സ്വീകരിക്കാതിരുന്ന ശമരിയ പട്ടണത്തെ ഏലിയാവ് ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ദഹിപ്പിക്കണം എന്നാവശ്യപ്പെട്ടതിനാലാണ് ഇടിമക്കൾ എന്ന നാമം അവർക്ക് വന്നത് എന്നാണ്. കർത്താവിന്റെ സ്ലീഹന്മാരുടെ ഇടയിൽ 3 സംഘത്തിലെ ഒരുവനാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ. തങ്ങളിൽ ഒരുവനെ കർത്താവിന്റെ വലതും മറ്റവനെ ഇടതും ഇരുത്തണമെന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ടത് യാക്കോബും സഹോദരനായ യോഹന്നാനുമാണ്. ക്രൈസ്തവ സഭയുടെ ആദ്യ രക്തസാക്ഷി സ്തേഫാനോസ് ശമാശനാണ് എങ്കിലും അപ്പോസ്തലന്മാരിൽ ആദ്യം രക്തസാക്ഷി മരണം പ്രാപിച്ചത് വിശുദ്ധ യാക്കോബ് ശ്ലീഹായാണ്. യഹൂദ്യ, ശമരിയ, സ്പെയിൻ എന്നിവിടങ്ങളിൽ സുവിശേഷം അറിയിച്ച യാക്കോബ് ശ്ലീഹായെ AD 42 ഹെരോദാവ് യെരുശലേമിൽ വെച്ച് വാൾ കൊണ്ട് ശിരച്ഛേദം ചെയ്തു. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് പിന്നീട് സ്പെയിനിലേക്ക് കൊണ്ടുപോയതായി പറയപ്പെടുന്നു. സ്പെയിനിന്റെ പ്രത്യേക മധ്യസ്ഥനായി യാക്കോബ് ശ്ലീഹായെ കരുതുന്നു. മെയ് 1 യാക്കോബ് ശ്ലീഹായുടെ ഓർമ്മ ദിനമായി ആചരിക്കുന്നു.